ആ കടയുടെ ഒരു തൂണിൽ മരിച്ചുപോയ അവൻ്റെ അച്ഛൻ്റെ ഫോട്ടോ മാലയിട്ട് സൂക്ഷിച്ചിരുന്നു. അതിനടുത്തായി ഗണപതിയുടെ ഒരു വിഗ്രഹവും വെച്ചിട്ടുണ്ട്. രണ്ടിനും എന്നും വിളക്ക് തെളിയിക്കാൻ അവൻ മറക്കാറില്ല. അവൻ എത്ര കാത്തു നിന്നിട്ടും ഒരു വണ്ടി പോലും അവിടെ നിർത്തുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കാത്തിരുന്നും അടുത്ത് അവൻ വെറുതെ തന്നെ അവിടെ ഇരുന്ന് സ്റ്റൗ ഓൺ ചെയ്യുന്നത് പോലെയും അതിനകത്ത് വെള്ളം ഒഴിച്ച് ചായപ്പൊടിയും പഞ്ചസാരയും എല്ലാം ഇട്ട് നല്ലൊരു ചായ ഉണ്ടാക്കി അത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നത് പോലെയും എല്ലാം അവൻ അഭിനയിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി അവൻ ആ ബെഞ്ചിലിരുന്ന് ഉറങ്ങിപ്പോകുന്നു. പെട്ടെന്ന് വണ്ടി പോകുന്ന ശബ്ദം കേട്ട് അവൻ ഞെട്ടി ഉണരുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോൾ അവന് വിശക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അവിടെ ആകെ ഉണ്ടായിരുന്ന ഒരു കഷ്ണം ബിസ്ക്കറ്റ് എടുത്ത് തിന്നിട്ട് അവൻ്റെ വിശപ്പടക്കി. അന്ന് രാത്രി അങ്ങനെ കടന്നുപോയി. പിറ്റേന്ന് രാവിലെയും അവൻ പ്രതീക്ഷയോടുകൂടി അവിടെ വന്നിരുന്നു. അന്നും വണ്ടികളൊന്നും അവിടെ നിർത്തുകയോ അവൻ്റെ കയ്യിൽ നിന്നും സാധനം വാങ്ങുകയോ ചെയ്തില്ല. നേരം സന്ധ്യയായി. അവനാണെങ്കിൽ നല്ലവണ്ണം വിശക്കുന്നുമുണ്ട്. അതുവഴി പോയ ഒരു വാഹനത്തിൽ നിന്നും പകുതി കഴിച്ച് വലിച്ചെറിഞ്ഞ് ഒരു ബണ്ണെടുത്ത് അവൻ തിന്നുന്നു. തൻ്റെ ആ അവസ്ഥയോർത്ത് അവന് വല്ലാതെ ദുഃഖം തോന്നുകയും തൻ്റെ അച്ഛൻ